ബി.ജെ.പി. പ്രക്ഷോഭത്തിന് പിന്തുണയുമായി കൊച്ചിയിൽ ആസാദി യാത്ര നടത്താൻ റാപ്പർ വേടൻ കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് ഹൈക്കോടതി പരിസരത്ത് നിന്നാണ് യാത്ര തുടങ്ങുക. പനമ്പള്ളി നഗറിലെ പരിപാടിക്കെതിരെ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് വേടന്റെ പുതിയ നീക്കം. സഹിൻ ആന്റണി ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സഹിൻ, വലിയ വിമർശനം ഉയർന്നിരുന്നു വേടനെതിരെ. ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത 100 പേർക്കെതിരെ പോലീസ് കേസെടുത്തതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ തന്നെ ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്നലെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ ആ നിലയ്ക്ക് വിമർശനം ഉയർത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ വീണ്ടും ഈ ഡൽഹിയിലെ സമരം തുടരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണോ ഈ പുതിയ സമര പരിപാടിയുമായി വേടൻ രംഗത്തെത്തുന്നത്? ഹർഷൻ, CJP സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് റാപ്പർ വേടൻ നാളെ ഒരു യാത്ര നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ആസാദി യാത്ര എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. എറണാകുളം ഹൈക്കോടതി കവലയിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. തുടർന്ന് രാജേന്ദ്ര മൈതാനത്ത് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ യാത്ര അവസാനിപ്പിക്കും. കയ്യിൽ ഭരണഘടനയും ഒപ്പം തന്നെ അംബേദ്കറുടെ ചിത്രവും ഏന്തിയായിരിക്കും വേടൻ്റെ യാത്ര തുടങ്ങുക. നിരവധി ആളുകൾ, സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ നിരവധി ആളുകൾ ഈ യാത്രയിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് വേടൻ്റെ ആസാദി യാത്ര ആരംഭിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പനമ്പള്ളി നഗറിൽ വേടൻ്റെ നേതൃത്വത്തിൽ റാപ്പർമാരെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് പാട്ടും പ്രതിഷേധവും എന്ന പേരിൽ ആസാദി നടത്തിയിരുന്നു. അല്ലെങ്കിൽ ആസാദി എന്ന പേരിട്ടുകൊണ്ട് പാട്ടും പ്രതിഷേധവും എല്ലാം നടത്തിയിരുന്നു. അതിനെതിരെ കണ്ടാൽ തിരിച്ചറിയുന്ന 100 പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. നേരത്തെ ഹർഷൻ സൂചിപ്പിച്ചതുപോലെ വലിയ വിമർശനങ്ങളാണ് അതിനെതിരെ ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ കൂടി തന്നെയാണ് വേടൻ നാളെ ആസാദി യാത്ര നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതും. ഹർഷൻ, തീർച്ചയായും. എന്നാലും നാളെ ആസാദി യാത്രയുമായി രംഗത്തെത്തുകയാണ് റാപ്പർ വേടൻ. വിദ്യാർത്ഥി സമരത്തിന് പിന്തുണയുമായി ഈ വിദ്യാർത്ഥി സമരത്തിന് ധാരാളം റാപ്പർമാർ, ഇന്ത്യയിൽ സജീവമായി നിൽക്കുന്ന ധാരാളം റാപ്പർമാർ പിന്തുണയുമായി രംഗത്തെത്തി എന്നുള്ളത് പ്രത്യേകം തന്നെ വേണമെങ്കിൽ ഒരു വാർത്തയാണ്, ഒരു കൗതുകവുമാണ്. കാരണം അത് സ്വാഭാവികമായും അടിച്ചമർത്തലിനെതിരെയുള്ള ഒരു പൊരുതുന്നവരുടെ ശബ്ദമാണ് റാപ്പർമാരിലൂടെ ലോകമെമ്പാടും പല കാലത്തായി പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ റാപ്പർമാർ, പ്രത്യേകിച്ചിപ്പോൾ ഡൽഹിയിൽ തന്നെ പലരും നേരിട്ട് തെരുവിലിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഹനുമാൻ കൈറ്റ് നേരിട്ട് ഡൽഹിയിലെത്തി ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു. അതുപോലെ തമിഴ്നാട്ടിൽ അറിവിനെ അറസ്റ്റ് ചെയ്യുന്നത് കണ്ടു. ഇവിടെ വേടനെതിരെ കേരളത്തിൽ കേസെടുക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അവരുടെ എല്ലാം പിന്തുണ ആ നിലയ്ക്ക് വിദ്യാർത്ഥി സമരത്തിനുണ്ട് എന്നതുകൂടിയാണ്.